ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എജു സോൺ. അപ്പോൾ നമ്മൾ NCERT-യുടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് നമ്മളൊരു ട്രയൽ നോക്കിയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് റിലേറ്റ് ചെയ്തൊരു വീഡിയോ. ഇന്നിപ്പോ നമ്മളിപ്പം IT ലെവൽ ഒരു പോസ്റ്റ് ഉണ്ട്, ജൂനിയർ മെയിൻ്റെനർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ നമ്മളിതിപ്പം നോട്ടിഫിക്കേഷൻ 24-ാം തീയതി നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ടാവും. 24-ാം തീയതി, ഏപ്രിൽ 24-ആണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. മെയ് 2025 എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. എല്ലാം വന്നിട്ടുണ്ട്. ഒരു 3 മാസത്തെ കാലയളവിൽ എന്താ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും, അപ്ലൈ ചെയ്യാം, എക്സാം ഡേറ്റ് വന്നു, റിസൾട്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരുന്നുണ്ടാവും. അപ്പോൾ NCERT നിങ്ങൾക്കറിയാം, നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ലിമിറ്റഡ് ആണ്. അപ്പൊ അത് ഇന്ത്യ ഗവൺമെന്റും അതേപോലെ ഡൽഹി, അതേപോലെ UP, ഹരിയാന, രാജസ്ഥാനൊക്കെ ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. NCR റീജിയനിലാണ്. ഓക്കെ. അപ്പൊ അതിലിപ്പം ഇന്നിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ മെയിൻറ്റെയിനർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ അതുള്ള NE3 ലെവലാണ് കേട്ടോ. NE3 ലെവൽ 18,280 തൊട്ട് 59,220 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ടോട്ടൽ 18 വേക്കൻസി ആണുള്ളത്. വേക്കൻസി സ്പ്ലിറ്റ് ഇപ്പൊ 10, 1, 4, 2, 1 എന്നുള്ള രീതിയിലാണ് കേട്ടോ. 18 വേക്കൻസി ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ മെയിൻറ്റെയിനർ ഇലക്ട്രിക്കൽ ITI സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് ഓർ ഇക്വലന്റ്. ഓക്കെ, ITI സർട്ടിഫിക്കറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, 25 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. 18 വയസ്സുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ ITI എന്ന് പറയുന്ന ITI എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ കമ്പൾസറി ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആർ മാൻഡേറ്ററി ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ITI ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ITI ഡിപ്ലോമയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോസ്റ്റ് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ പ്ലസ് BTech ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് പറഞ്ഞത്. ഏപ്രിൽ 24 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. പക്ഷെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, മാർച്ച് 24-ന്റെ ആ സമയത്ത് എന്താ നിങ്ങളത് പാസ്സായിരിക്കണം. എന്നാൽ മാത്രമേ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST-ക്ക് 5 വർഷം, OBC-ക്ക് NCL കാറ്റഗറിയിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിന് മിനിമം 10 വർഷം അവിടെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ, സെലക്ഷൻ പ്രോസസ് പറയുമ്പോൾ CBT പ്ലസ് മെഡിക്കൽ ഫിറ്റ്നസ് ആണുള്ളത്, പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. CBT എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ഉണ്ടാവുക. ഇതിനെന്ത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് വീതം 100 മാർക്ക്. അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ടെസ്റ്റിന്റെ സമയത്ത് പറഞ്ഞ പോലെ കേരളത്തിൽ എവിടെയും ഇല്ല. ഒന്നുകിൽ ബാംഗ്ലൂർ, അല്ലെങ്കിൽ ചെന്നൈ, അല്ലെങ്കിൽ മുംബൈ പോയിട്ട് നിങ്ങൾക്ക് അവിടെ എക്സാം ചെയ്യേണ്ടി വരും. ഓരോ പ്രൊബേഷൻ പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആപ്ലിക്കേഷൻ ഫീ വന്നുള്ള 1000 പ്ലസ് GST ആണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല കേട്ടോ. നമുക്ക് NCERT-യുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ആവാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, എനിവേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കാണാം.